മോഹൻലാലിന്റെ ഏറ്റവും പുതിയ പരസ്യം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജോജു ജോർജിനെയാണ്. ജോജു ജോർജിന്റെ ഒരു കഥാപാത്രം സിനിമയിൽ തെറി പറയുന്നത് ട്രോളായപ്പോൾ അതിന്റെ പേരിൽ മകളെ സഹപാഠികൾ കളിയാക്കിയപ്പോൾ ജോജുവിന് വന്ന പരിഭവം നമ്മൾ കണ്ടതാണ്. ആ സിനിമ ഇങ്ങനെ വലിയൊരു ഓഡിയൻസിന് കാണാനാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് എന്നതിൽ സംശയമില്ല. പൊതുവെ ആളുകൾ ട്രോളാക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കാൻ ചിലർക്ക് മടിയുണ്ടാകും. എന്നാൽ ഒരു ആർട്ട് എന്ന നിലയിൽ ആ മടി എപ്പോഴാണോ ഇല്ലാതാകുന്നത് അപ്പോഴാണ് അയാൾ ഒരു കംപ്ലീറ്റ് ആക്ടർ ആകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മോഹൻലാലിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. ഏറ്റവും പുതിയ പരസ്യത്തിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കണ്ണാടിയിൽ ചന്തം നോക്കുന്ന മോഹൻലാലിനെ മോഹൻലാൽ എത്ര ഗംഭീരമായാണ് അവതരിപ്പിച്ചത്. ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോഴേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പരിഹാസത്തിന്റെ അയ്യരുകളിയാകുമെന്ന്. എന്നിട്ടും ആ വെല്ലുവിളി ഏറ്റെടുത്തു. പരസ്യത്തിന്റെ കോൺസെപ്റ്റിനെ കുറിച്ചോ അതിലെ നിലപാടിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു നടൻ തനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ വേഷങ്ങളും വളരെ താല്പര്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുമ്പോഴുള്ള ആ സന്തോഷത്തെക്കുറിച്ചാണ്. ഇനി പരസ്യത്തിലേക്ക് വരാം. പരസ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാഞ്ഞ ബുദ്ധിയാണല്ലോ ഇതിന് പിറകിലെ ആളിന് എന്നാണ്. മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെയൊരു ഭാവം ഒരു ജ്വല്ലറിക്ക് വേണ്ടി ചെയ്യിപ്പിക്കുക, വൈറലാകാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? പ്രകാശ് വർമ്മ ചില്ലറക്കാരനല്ല. ഈ പരസ്യം ചർച്ചയായപ്പോൾ ഇതിനു മുമ്പ് ഫഹദ് ഫാസിൽ മൂക്കുത്തിയിട്ടുകൊണ്ടുള്ള ഒരു പരസ്യമുണ്ട് എന്ന് പലരും പറഞ്ഞാണ് അറിഞ്ഞത്. അങ്ങനെ അതും കണ്ടു നോക്കി. ഒരാണായതുകൊണ്ട് ആഭരണങ്ങൾ, കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നത് വലിയ പാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന പരസ്യം. അതായത് ഒരാണിന് ആഭരണങ്ങൾ ഇടാൻ ഇഷ്ടമാണ് എന്ന് വെക്കുക, അപ്പോൾ അയാൾക്കത് ചെയ്യാനുള്ള ഒരു മോറൽ സപ്പോർട്ട് വേണ്ടേ? ഈ രണ്ട് പരസ്യവും ജ്വല്ലറീസിന്റേതാണ് എന്നതും ജ്വല്ലറി എന്നാൽ പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്നതുമാണ് ഈ മാറ്റത്തെ പ്രസക്തമാക്കുന്നത്. ഫഹദിന് മൂക്കുത്തിയിട്ട് അഭിനയിക്കാൻ ഒരു മടിയും തോന്നിയില്ല. ട്രോളുകൾ വന്നാൽ നമുക്ക് പുല്ലാണ് എന്ന ആറ്റിറ്റ്യൂഡ്. മോഹൻലാലിന് ആഭരണം അണിഞ്ഞ് കണ്ണാടിയിൽ ചന്തം നോക്കി ആസ്വദിക്കാൻ മടി തോന്നിയില്ല. അവിടെയും ട്രോളുകൾ നമുക്ക് പുല്ലാണ് എന്ന ആറ്റിറ്റ്യൂഡ്. എന്നാൽ ജോജുവിന് അതങ്ങനെയല്ല. ഒരു 50 വർഷം കഴിഞ്ഞാലും അന്നത്തെ ആളുകൾ ഓർക്കാനും ചർച്ച ചെയ്യാനും പോകുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിന്റെ അഭിമാനത്തെക്കാൾ ഇപ്പോഴത്തെ വകതിരിവില്ലാത്ത ആരൊക്കെയോ ഉണ്ടാക്കി വിടുന്ന ട്രോളുകളാണ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത്. ആളുകളുടെ ആറ്റിറ്റ്യൂഡിലുള്ള ആ വ്യത്യാസം നോക്കൂ. ഇനി വീണ്ടും ആഭരണത്തിലേക്ക് വരാം. സ്വന്തം ശരീരം അണിയിച്ചൊരുക്കുക എന്നതാണല്ലോ ഈ ആഭരണത്തിന്റെ ഒരു കോൺസെപ്റ്റ്. ആ ആഭരണം പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളതാണോ, അല്ലെങ്കിൽ ഫെമിനിൻ ട്രെയ്റ്റ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാണോ ഈ ആഭരണ ഭ്രമം? ഇന്നിപ്പോൾ ആണുങ്ങൾ ആഭരണം ധരിക്കുന്നത് പരിഹസിക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ എല്ലാ കാലവും അതങ്ങനെയായിരുന്നില്ല. ശരീരത്തെ അലങ്കരിക്കുക എന്നത് പുരാതന കാലത്ത് ആണും പെണ്ണും ചെയ്തിരുന്നതാണ്. മൃഗങ്ങളുടെ എല്ലും നഖവും ഒക്കെ ആഭരണങ്ങളാക്കി അണിയലായിരുന്നു ആദ്യകാലത്ത്. നമ്മുടെ നാട്ടിൽ കുടുമയിൽ മുല്ലപ്പൂ ചൂടുന്ന ആണുങ്ങളും ധാരാളം ആഭരണങ്ങൾ ധരിക്കുന്ന രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നത് ജെൻഡർ അനുസരിച്ചായിരുന്നില്ല എന്ന്. എന്നാൽ പിന്നീട് കാലക്രമേണ അത് മാറുകയായിരുന്നു. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള മാറ്റമല്ലായിരുന്നു. ഒരു കാലത്ത് ആണും പെണ്ണും ഒരുപോലെ പവർ, സ്റ്റാറ്റസ്, ബ്യൂട്ടി ഇതിന്റെയൊക്കെ സിമ്പലായി കണ്ടിരുന്ന ആഭരണങ്ങൾ പിന്നീട് എങ്ങനെയാണ് പെണ്ണിന്റേത് മാത്രമായത്? പെണ്ണെന്നാൽ സൗന്ദര്യം, ആണെന്നാൽ യൂട്ടിലിറ്റി എന്നൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ തുടങ്ങി. അതൊരു ജെൻഡർ നോം ഉണ്ടാക്കി തുടങ്ങി. 18ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. ഫാഷൻ കൂടുതൽ ജെൻഡർ ഡിവൈഡഡ് ആയി മാറി. ജ്വല്ലറി കൂടുതലായും പെണ്ണുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. സ്ത്രീകൾ സ്വയം ഡെക്കറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കേണ്ടവരാണെന്നും ആണുങ്ങൾ അങ്ങനെ ചെയ്താൽ പരിഹസിക്കപ്പെടേണ്ടതാണെന്നുമുള്ള ധാരണ വന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആഭരണങ്ങൾ ആണുങ്ങളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. K-pop കൾച്ചറൊക്കെ ചെയ്യുന്നത് അതാണ്. ജെൻഡർ ന്യൂട്രൽ ആഭരണങ്ങൾ, മെയിൽ ഫ്രണ്ട്ലി ആഭരണങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ പ്രസിദ്ധമാകുന്നുണ്ട്. ഫഹദിന്റെ പരസ്യത്തിലെ മൂക്കുത്തി ഒരു ജെൻഡർ ന്യൂട്രൽ ആഭരണമായി വേണമെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം. എന്നാൽ മോഹൻലാലിന്റെ പരസ്യത്തിലെ ആഭരണങ്ങൾ ഇത്രയും കാലം പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് കാണിച്ചവയാണ്. കൾച്ചറലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ഒരു ആണിന് ഇത്തരം ആഭരണങ്ങളോട് താല്പര്യമുണ്ടാവാൻ സാധ്യത ഇല്ലാത്തതാണ്. പഴയ രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ ആണും കൊതിച്ചു പോകും ഈ ആഭരണങ്ങൾ കണ്ടാൽ എന്നാണ് പരസ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആ ആഭരണങ്ങൾ ധരിക്കാൻ ഒരാണിനുള്ളിലെ ലാസ്യഭാവം പുറത്തു വരുത്തേണ്ടതുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. പരസ്യമായതുകൊണ്ട് കുറച്ച് എക്സാജറേറ്റ് ചെയ്യാമല്ലോ. പിന്നെ ആഭരണങ്ങൾ, വസ്ത്രം ഇതൊക്കെ കൾച്ചറുമായാണല്ലോ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ കൾച്ചറൽ സ്റ്റിഗ്മ ഉള്ളത് കൊണ്ടാകും മോഹൻലാൽ ആഭരണവുമായി ഒന്നും മിണ്ടാതെ കടന്നു കളഞ്ഞത്. എന്ത് തന്നെയായാലും പരസ്യം അവർ ഉദ്ദേശിച്ച പോലെ വൈറലായി, ചർച്ചയായി. ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.